ഇത് മനോരമയിൽ എന്താ മനോരമ ലേഖിക ഇത് ലേഡിയാണ് ലേഖക ഓൺലൈൻ ഡെസ്ക് അങ്ങനത്തെ വരും. അപ്പോൾ ഇവർ എഴുതിയത് ഇങ്ങനെയാണ്: സ്കൂളിൽ അധ്യാപകർക്ക് ചൂരലെടുക്കാമോ? തിരുത്താനുള്ള ചൂരൽ പ്രയോഗം കുറ്റകരമല്ല ഹൈക്കോടതി. സ്കൂളിൽ അധ്യാപകർക്ക് ചൂരലെടുക്കുക, അതിനൊന്നും എതിരൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഇപ്പുറത്തേലാണ്. പരസ്പരം തുപ്പുകയും തുടർന്ന് പ്ലാസ്റ്റിക് പൈപ്പ് കൊണ്ട് തമ്മിൽ തല്ലുകയും. ഒരുപടി വായിച്ചിട്ടാണ് ഇത് ഐക്യ ഓപ്പണാകുന്നത്. കാരണം മലയാളം വായിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. തല്ല് 1956 മലയാളം വായിച്ചില്ലെങ്കിൽ പിന്നെ ഒറിജിനൽ മെൻ്റൽ തന്നെ ആവും. ഭയങ്കര രസമാണ്. തായ് വക കൂയ് വക എന്തല്ലോ കണ്ടിട്ട് ഒന്നും പറയണ്ട. വായിച്ച് പിരാന്താകുന്ന. അതുകൊണ്ടാണ് ഇത് കിട്ടാത്ത. പക്ഷേ ഇങ്ങനെ ഇരുന്ന് വായിക്കും ഉറക്കെ നെട്ടിയിട്ട് കണ്ട വാക്കാണ്. കാരണം നമ്മൾ ഇന്ത്യൻ സിറ്റീസിൻ്റെ കുട്ടികളും പഠിക്കുന്നുണ്ട്. ഒരു സ്കൂൾ CM ഉദ്ഘാടനം 2024 ഉദ്ഘാടനം ചെയ്തിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഓറാടുന്ന ഇങ്ങനെ മറ്റേ അടുത്ത PT വഹാബ് MP ഫണ്ടിന് ശിലാപാലകം ലൈബ്രറി ആടെ ഇടിഞ്ഞു പോകാനായ ബിൽഡിംഗ് ആടുണ്ട് എന്നൊന്ന് ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരം കേസുകളിൽ അധ്യാപകരുടെ ശിക്ഷാ നടപടിയുടെ ഉദ്ദേശശുദ്ധി അവിടെയാണ്. ആ പോയിന്റിലാണ്. മലയാളം 56 അക്ഷരമുണ്ട്. അതുകൊണ്ട് ഇവർ എഴുതി തെറ്റിച്ചാണോ ഇനി അവിടെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞതാണോ എന്ന് അറിയണമെങ്കിൽ അവിടെ ഉണ്ടാവണം. കാരണം പറഞ്ഞതൊന്നല്ല എഴുതൽ, അങ്ങനെയുണ്ട്. കാരണം ജുഡീഷ്യറി എപ്പോൾ ഇരിക്കൽ ഹൈറ്റിലാണ് ഈ കൊടുക്കുന്ന പേപ്പറും കാര്യങ്ങളും. കാരണം എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് ഇപ്പോൾ വാദിക്കാം. അതാ പറഞ്ഞത്. ആടെ കാണാൻ തന്നെ വേണം. കോടതിയിൽ മജിസ്ട്രേറ്റ് ഇരിക്കുന്നതിൻ്റെ തായിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരെ മറ്റേ എന്താണ് തകിടം മറിയുന്നത്. നല്ല രസമാണ്. അതാ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ ഒന്ന് കയറണമെന്ന്. അല്ലാണ്ട് ടൂർ പോക്കുന്നല്ല. യൂത്തിനോടാ പറയുന്നത്. കോടതിൻ്റെ പുറത്ത് പോയിട്ട് നല്ല ജനലിലൂടെ നോക്കാം. അവിടെ നോക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ. പക്ഷേ വീഡിയോ എടുത്തേക്കല്ല. അധ്യാപകരുടെ ശിക്ഷാ നടപടിയുടെ ആ ജഡ്ജ്മെൻറ്റാണ് പ്രശ്നമാക്കിയത്. ആ അധ്യാപകൻ്റെ ശിക്ഷാ നടപടി FIR റദ്ദാക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റീസിന് സംശയം ഉണ്ടാവില്ല. പക്ഷേ അധ്യാപകരുടെ ശിക്ഷാ നടപടി ഉദ്ദേശശുദ്ധി പിന്നെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, പലതും റെഫറൻസ് ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഇവിടെ വായിക്കേണ്ടതും അധ്യാപകൻ വാദിച്ചു എന്നാണ്. ഇവിടെ വായിക്കേണ്ടത് അധ്യാപകനും വാദിച്ചു. അതാ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് പീപ്പിൾക്ക് വാദിക്കാം. You can become a defender, whatever, because People Republic of India. That is the point. Something wrong.